ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് 2 ഏത്തയ്ക്ക അവിടെ ഇരുന്നത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ചായക്കടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതൊരു സ്പെഷ്യലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. എല്ലാവരും മധുരമാണ് ഏത്തപ്പഴം ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഞാൻ ഇച്ചിരി എരിവുള്ള ബാറ്ററാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി, കായം, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, വേണമെങ്കിൽ ഒരു മുട്ടയെടുക്കാം. ഇതെല്ലാം കൂടെ എടുത്ത് ഞാൻ ബാറ്റർ തയ്യാറാക്കി. അതിനകത്ത് ചെറിയ പീസായിട്ട് വലിയ നീളത്തിലല്ല ഞാൻ കട്ട് ചെയ്തേക്കുന്നത്, ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അത് മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. ഇന്ന് മധുരമുള്ള പഴംപൊരിയാണ് ഇന്ന് നമ്മൾ കഴിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചായയുടെ കൂടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മധുരവും എരിവും ഉപ്പും എല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എല്ലാം ഒരു വശം മൂത്തിട്ടുണ്ട്. നമുക്കിനി അത് തിരിച്ചിടാം. നമ്മുടെ പഴംപൊരി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇനി ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ കോരിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ടേസ്റ്റാണ്. എരിവും മധുരവും ഉപ്പും എല്ലാം ചേർന്ന ഒരു പലഹാരമാണിത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബാറ്റർ തയ്യാറാക്കുമ്പോൾ നല്ല കട്ടിക്ക് തന്നെ ബാറ്റർ തയ്യാറാക്കണം. എന്നിട്ട് നമുക്കിങ്ങനെ കട്ടിയിൽ ചുട്ടെടുക്കാൻ നോക്കും. പഴംപൊരിയുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. അപ്പോൾ നമുക്ക് പഴംപൊരി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിത് ചൂടോടൊന്ന് കഴിക്കാം.